കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അതാരത്? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ വീട്ടിൽ മറ്റൊരു ഭാഗ്യം കൂടി ഉണ്ടെന്ന്. അതിവളാ. അമ്മു, ഇതെന്റെ അമ്മയാട്ടോ. അമ്മേ, ഇതമ്മു. അല്ല, ഇവിടുത്തെ ജോലിക്കാരിയല്ല, ഇപ്പൊ എന്റെ സ്വന്തം അനിയത്തിയ. നീ കൊറേ പണി ചെയ്ത് കൂട്ടിയെന്ന് തോന്നല്ലോ. ഇനി എന്താ ചെയ്യാനുള്ളേ? ഇനിയൊന്നും ചെയ്യാനില്ല. ചോറ് വെച്ചു, പുളിശ്ശേരി, എരിശ്ശേരി, തൈര്, മോര്, കാളൻ, അവിയൽ, പപ്പടം, പരിപ്പ്, നെയ്യ്, അച്ചാറ്, ഒഴിച്ചുകറി, മെഴുക്കുരട്ടി എല്ലാം റെഡിയാ. പപ്പടത്തെ കാച്ചിക്കഴിഞ്ഞു. കഴിക്കാൻ ആളിരുന്നാ മാത്രം മതി. അയ്യോ, വിളമ്പാനുള്ള ഇല വെട്ടിയില്ല. ദേ ഇപ്പൊ വെട്ടിക്കൊണ്ടുവരാമേ. കാലി ചക്രം പിടിപ്പിച്ച പോലെ ഓടി നടന്ന് ജോലി ചെയ്യുന്നുണ്ടല്ലോ. എവിടുന്ന് കിട്ടിയ ആളെ? കിട്ടിയത് എനിക്കല്ലമ്മേ, വിഷ്ണുവേട്ടനാ. വിഷ്ണുവിനോ? ഒരു അനാഥ കുട്ടിയമ്മേ. വഴിവെക്കിൽ വെച്ച് ചിലർ ഉപദ്രവിക്കുന്ന കണ്ടപ്പോ വിഷ്ണുവേട്ടൻ രക്ഷിച്ചു കൊണ്ടുവരുമായിരുന്നു. ബാത്റൂമിൽ വീണ് കിടപ്പായതുകൊണ്ട് അപ്പൊ എനിക്കൊരു പെൺകൂട്ട് ആവശ്യമുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഏറ്റവും സഹായമായത് ഇവളാ. ഒരു കൂടപ്പിറപ്പിനെ പോലെ കൂടെ നിന്ന് അവൾ എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥമായിട്ട് ചെയ്തു തരും. എത്ര പണിയെടുക്കേണ്ടി വന്നാലും ഒരു പരിഭവവും ഇല്ല. പണം കൊടുക്കാതെ ഒരു പാചകക്കാരിയെ കിട്ടുന്നതുകൊണ്ട് വസുമതി ആന്റി അവളെ അടുക്കളക്കാരിയാക്കി. വസുമതിയെ ഞാൻ കുറ്റം പറയില്ല. അത്രയ്ക്കാ കൈപുണ്യം. ഈ അവിയല് മാത്രം മതി ഒരു പാത്രം ചോറുണ്ട്. പക്ഷേ ഒരു കുഴപ്പമുണ്ടമ്മേ. അറിയാതെയാണെങ്കിലും അവളെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. നമ്മൾ പൂർണ്ണമായും അറിഞ്ഞിട്ടില്ലാത്ത ഭൂതകാലം എന്നെങ്കിലും അവളെ തേടി വന്നേക്കും. അന്ന് അവളെ നഷ്ടമാകുമെന്നുള്ള ഭയമുണ്ട് എനിക്ക്. ഇതാണോ പ്രീതിയുടെ വീട്? ആഹാ, പ്രീതിയൊക്കെ പണ്ട് മുതലേ പ്രീതി ഇവളുടെ ഫ്രണ്ടാ അമ്മേ. ഇവക്ക് എല്ലാവരെയും ഓർമ്മയുണ്ട്. സ്വാതി മുമ്പേ സൂപ്പർ സ്മാർട്ടാ. ദേ ഇങ്ങോട്ട് വല്ല നമ്പറൊന്നും വേണ്ട കേട്ടോ. ഇറങ്ങ. ഒരു മിനിറ്റ്, നിങ്ങൾ ഇറങ്ങിക്കോ. സഞ്ജു, ഏതാ മോളെ ആ കുട്ടി? നല്ല ഐശ്വര്യം ഉണ്ടല്ലേ.
എത്തിയോ? അല്ല, ഇതാര് സ്വാതിയോ? ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വാ, അകത്തേക്ക് വാ. ഹലോ, സർപ്രൈസ്. അത് വളരെ മോശമാണ്. ഇതുവരെ വന്ന സ്ഥിതിക്ക് പ്രീതിയെങ്കിലും ഒന്ന് കാണാതെ പോകുന്നത് ഭയങ്കര ബോറാ. വരാന്നേ, എനിക്കൊരല്പം സമയം എന്താ. ഞാനൊരാളെ അന്വേഷിച്ചിട്ടുള്ള അത്യാവശ്യ യാത്രയില. അതെ അതെ, സത്യം പറഞ്ഞ അത്യാവശ്യമായിട്ട് പോവുകയായിരുന്നു സ്വാതി. വണ്ടി പണിമുടക്കിയ ഞങ്ങക്ക് ലിഫ്റ്റ് തന്നു തന്നെ പാഴായി കുറെ സമയം. അതുകൊണ്ട് ഉടനെ കയറാൻ ഞാൻ നിർബന്ധിക്കില്ല. പറ്റില്ലെങ്കിൽ വേണ്ട. ഇവിടെ കിച്ചണിലൊക്കെ പുതിയ അപ്പോയിന്റ്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ചായയും കോഫിയും കിട്ടും. അതുകൊണ്ട് പറഞ്ഞതാ. ആളെ പരിചയപ്പെട്ട് വേണമെങ്കിൽ ഗുരുദക്ഷിണ വെക്കാവുന്നത്ര കൈപുണ്യം ഉണ്ടെന്ന് ഞാൻ പറയും. ഓഹോ, അത്രയ്ക്ക് കൈപുണ്യാണെങ്കിൽ നമുക്കൊരു കോമ്പറ്റീഷൻ നടത്തി നോക്കിയാലോ? എന്നുവെച്ചാ സ്വാതി നല്ല പാചകക്കാരിയാണെന്നാണോ? അയ്യോ അല്ലേ, നമ്മൾ ആ കാര്യത്തിലൊക്കെ ലോക തോൽവിയാണ്. പക്ഷേ ലോകത്തെ ഏതു മികച്ച ഷെഫിനോടും കിട പിടിച്ച് നിൽക്കാൻ പറ്റിയൊരു പാചകക്കാരിയുണ്ട് ഞങ്ങളുടെ കയ്യിൽ. വാസ്തവത്തില് ആ കക്ഷി അന്വേഷിച്ചുള്ള യാത്രയില്ല ഞാനിപ്പോ. അപ്പൊ കാണാം. പോട്ടെ. ശരി, പോട്ടെ ശാലിനി. ശാരദാമ്മേ. ശരി മോളെ. ബൈ. ഹലോ. എല്ലാരും എത്തി അർജുനേട്ടാ? ഈ എല്ലാരും ഉദ്ദേശിച്ച ആരെ? ചടങ്ങിന് വന്ന എല്ലാരെയും ആണോ? ഒന്ന് പോ അർജുനേട്ടാ. വിഷ്ണുവിന്റെ കാര്യമാണെങ്കിലേ ആളെത്തിയിട്ടുണ്ട്. ഒന്ന് പോയി അവിടുന്ന്. ഞാനേ പോയി പ്രീതി ഒന്ന് കാണട്ടെ. അതെ, ഇനി അത് പ്രീതിയുടെ അക്കൗണ്ടിൽ വരവ് വെച്ചോ. അല്ല, മോൻ പറഞ്ഞല്ലോ ഇവിടെ ആരോ പുതിയതായി ജോലിക്ക് വന്നെന്ന്. ആരാ അത്? അതൊരു പെൺകുട്ടിയാ ശാരദാമ്മ. പേര് അമ്മു. അമ്മു? എന്താ ശാരദാമ്മ? ഏയ് ഒന്നുമില്ല. ദീർഘയാത്രയായിട്ടാണോ പെരുവണ്ണാപുരത്തേക്ക് പോകാൻ സഞ്ജു താല്പര്യക്കുറവ് കാണിക്കുന്നേ? 150 കിലോമീറ്ററിന് പുറത്ത് വരില്ലേ? അമ്മ അവിടെ ഇല്ലെങ്കിൽ ഒരു ഫുൾ ഡേയാ പോയി കിട്ടുന്ന. സഞ്ജുവിന് ആദ്യം ഉണ്ടായിരുന്ന താല്പര്യമൊക്കെ പോയി. അമ്മ വിളിച്ചു പറഞ്ഞു ഇതിന്റെ പിന്നാലെ നടക്കരുതെന്ന്. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ വല്യപ്പച്ചി എന്നെ വിളിച്ചിട്ടേ ഇല്ല. അമ്മുവിന്റെ നാട്ടിലേക്കെന്ന് കരുതിയാ ഞാൻ സഞ്ജുവിന്റെ കാറിൽ കയറി. സഞ്ജുവിന്റെ ബിസി ആണെങ്കിൽ പൊക്കോളൂ, എനിക്ക് പരാതിയൊന്നുമില്ല. ഞാനൊരു ടാക്സി എടുത്ത് പൊക്കോളാം. എടോ, ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞതല്ല. എന്തർത്ഥത്തിലായാലും അമ്മുവിന് എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞിട്ടേ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുള്ളൂ. നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോവാം. അതിനു മുൻപ് കമ്മീഷണർ ഓഫീസിൽ ഒന്ന് കയറുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. ACP ശ്രീരഞ്ജിനെ ഒന്ന് മീറ്റ് ചെയ്യാം. അമ്മു അവളുടെ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള അന്വേഷണത്തിന് പോലീസിന്റെ സഹായം കൂടിയേ തീരൂ. വിവരങ്ങൾ ശ്രീരഞ്ജിനെ കൂടി ധരിപ്പിക്കുന്നത് നല്ലതാ. അതിലെന്ത് വിരോധമാ ഉള്ളത്? ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാ. കാര്യം അറിയുന്നതിന് മുമ്പ് മുഖം വെറുപ്പിച്ച് കളഞ്ഞില്ലേ? എന്റെ മനസ്സറിയുന്നത് സഞ്ജുവിന് മാത്രം. നരേന്ദ്രൻ തമ്പിയെ കണ്ടിട്ട് കുറച്ചാലായല്ലോ.
ഓ, ഇപ്പം നമ്മുടെ ആവശ്യമൊന്നുമില്ലല്ലോ. സാറ് കമ്മീഷൻ ഓഫീസിൽ പോയ ശേഷം നാട്ടിലുള്ള കണക്ഷൻസ് ഒക്കെ വിട്ടുപോയില്ലേ? അത് ശരിയാ, കുറെ കാലങ്ങളായി പല സ്ഥലത്തായി ജോലി ചെയ്യുകയല്ലേ. ഇപ്പോഴാണൊന്ന് സ്വസ്ഥമായത്. പിന്നെ നമ്മുടെ പഴയ കമ്പനിയൊക്കെ സുഖമായിട്ട് പോകുന്നുണ്ടോ? സാർ ഒരു ദിവസം നാട്ടിലേക്കൊക്കെ വാ, നമുക്കെല്ലാവർക്കും കൂടി വീണ്ടും ഒന്ന് കൂടാം. നരേന്ദ്രൻ തമ്പി ക്ഷണിച്ചാൽ പിന്നെ വരാതിരിക്കാൻ പറ്റൂ? അടുത്ത മാസം ആവട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല, എന്താ ഇങ്ങോട്ട് വന്നത്? എന്റെ സഹായം വല്ലതും വേണോ? മടിക്കാതെ പറഞ്ഞോ, ഞാൻ സഹായിച്ചു തരാം. ഒഫീഷ്യലായിട്ടൊരു സഹായം അല്ല എനിക്ക് വേണം. എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു പെണ്ണ് ഇവിടെയുള്ളൊരു ചെറുപ്പക്കാരനോട് ചാടിപ്പോന്നു. അവൻ്റെ കയ്യിൽ നിന്നും അവളെ ഓടിപ്പോയെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അവളെ കണ്ടുപിടിക്കാൻ എനിക്കൊരു ഹെൽപ്പ് വേണം. വിഷയം കേട്ടിട്ട് കുറച്ച് ഗൗരവമുള്ളതാണല്ലോ. ACP ആണെങ്കിൽ ഒരു പെൺപുലി, ലീഗലായി പോകുന്നതല്ലേ നല്ലത്. അത് വേണ്ട സാറേ, പെണ്ണ് എവിടെയുണ്ടെന്ന് മാത്രം സാറിനെ അറിയിച്ചാൽ മതി. നാലാൾ അറിയാതെ പെണ്ണിനെ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടു പോക്കോളാം. പെൺകൊച്ചിന്റെ ഫോട്ടോ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ആ, ഞാൻ സാറിൻ്റെ മൊബൈലിലേക്ക് വാട്സപ്പ് ചെയ്തുതരാം. ആ, നോക്കി വിവരങ്ങളൊക്കെ സാറിന് മനസ്സിലാവും. എന്താ ഈ പേപ്പർ എഴുതിയിട്ടുണ്ട്. ഇതാ, ഈ പെൺകൊച്ചിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ട ഓർമ്മയുണ്ടല്ലോ. എവിടെയാ സാറേ? ഛേ, അതങ്ങോട്ട് ഓർമ്മയിൽ വരുന്നുമില്ല. ഒന്ന് നന്നായി ഓർക്ക് സാറേ, കിട്ടും. ഏതോ വീട്ടിൽ ചെന്നപ്പോഴാണ് കണ്ടത്. ആ, കിട്ടിപ്പോയി. അവളെ കണ്ടത് വസുമതി കുഞ്ഞമ്മയുടെ വീട്ടിലാ. വസുമതി കുഞ്ഞമ്മ? യെസ്, അവിടെ തന്നെ. എന്നാലേ അവരുടെ അഡ്രസ് ഒന്ന് എനിക്ക് എഴുതാം. അതിനെന്താ, എന്റെ പേര് പറയാതിരുന്നാ മതി. സാറിന് ഞാനിതിൽ വിളിച്ചിട്ടില്ല. ശരി സാറേ, പെണ്ണിനെ കിട്ടിയ സാറിന് ഞാനൊരു പാരിതോഷികം തരുന്നുണ്ട്. നരേന്ദ്രൻ തമ്പി എനിക്കറിയില്ല. എന്നാ ചെല്ല്, കൈയോടെ കൂട്ടിക്കൊണ്ടുപോ. എന്നാ വേട്ട സാറേ. ശരി. ആ, ശരി. ഹലോ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഞാൻ അങ്ങോട്ട് വന്നാൽ കാണാൻ പറ്റുമോ? എന്താ സഞ്ജു? ഞാൻ കോഴിക്കോട്ടേക്ക് പോകുന്ന തിരക്കിലാണല്ലോ. സഞ്ജു, കാര്യം പറ. ഞാനൊരു പെൺകുട്ടി അന്വേഷിച്ചിറങ്ങിയതാ. സ്വാതിയുടെ വീട്ടിൽ നിന്ന കുട്ടിയാ, അറിയാലോ. മാൻ മിസ്സിംഗ് കേസാണോ? ആക്ച്വലി അങ്ങനെ പറയാനും കഴിയില്ല. മുത്തശ്ശി മരിച്ചതറിഞ്ഞ് അവള് വീട്ടിൽ പോയതാ. ഇപ്പൊ അവളെ പറ്റി ഒരു വിവരവുമില്ല. അവളെ കൊണ്ടുപോയ ഡ്രൈവറെ കുറിച്ചും അറിയില്ല. അവള് വീട്ടിലെത്തിയതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഡ്രൈവർ ട്രാവൽ ഏജൻസിയിൽ അറിയിച്ച വിവരം ഇത്. അവളുടെ വീടുമായി ബന്ധപ്പെട്ടോ? ആക്ച്വലി അവരുടെ ഫോൺ നമ്പർ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളിപ്പോ അവിടേക്കുള്ള യാത്രയില്ല. ഓക്കെ, നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിക്കൂ. അവൾ തിരിച്ചു വന്നില്ലെങ്കിൽ ഞങ്ങൾ ഒന്ന് സഹായിക്കണം. ഷുവർ, ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. സഞ്ജു, ഒരു കാര്യം ചെയ്യും, ഒരു കംപ്ലൈന്റ് മെയിൽ ചെയ്തേക്ക്. ആ ശരി. സ്വാതിയുടെ മെയിൽ ഐ ഡിന്നായിരിക്കും വരുന്നത്. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ ദെൻ, താങ്ക് യു. ഈശ്വര, സ്വാതി ചേച്ചി പോയി കാണോ? ചേച്ചിയുടെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടാവോ? എന്നെ ചേച്ചി കണ്ടുപിടിച്ചാലോ? എങ്ങോട്ടാ ഞാൻ ഓടുക? ഇവിടുന്ന് പോയാൽ ഒളിക്കാൻ എനിക്കൊരിടമില്ല. നരേന്ദ്രന്റെ കയ്യിൽ തന്നെ ചെന്ന് വീഴാനാണോ വിധി? ഈശ്വര, ഇത് സ്വാതി ചേച്ചിയുടെ കൂടെ വന്ന ആളാണല്ലോ. എന്നെ കണ്ടുപിടിച്ച് കാണോ? നിക്ക്, ആരാ നീ? ഞാൻ അമ്മു അല്ലേ നീ? ഈശ്വര, അമ്മു എന്നോ? ഇത് സ്വാതി ചേച്ചി പറഞ്ഞു വിട്ട ആള് തന്നെ. എനിക്ക് മനസ്സിലായി നിന്നെ. ദൈവമേ, പിടി വീണല്ലോ. പ്രീതി പറഞ്ഞു അവളുടെ സഹായത്തിന് വിഷ്ണു ഒരു പെൺകുട്ടി ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടെന്ന്. ആ അമ്മു അല്ലേ നീ? ദൈവമേ, അപ്പ എന്നെ മനസ്സിലായിട്ടില്ല. നിക്ക്, ഞാൻ വന്നപ്പോ മുതൽ നിന്നെ ശ്രദ്ധിക്കുക. നിനക്കെന്താ ഒരു ഒളിവും മറവും? മനസ്സിലായിട്ടില്ല. ആൾക്കാരെയൊക്കെ കാണുമ്പോ ഒരു പേടിയും ഭയവും പോലെ. എന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് ഒളിച്ചു നടക്കുവാണോ നീ? അതോ മോഷണ കേസിലെ പ്രതിയാണോ? ഞാൻ അറിയണോ എനിക്ക്? കള്ളന്മാരെയും കൊലപാതകളെയും ഒന്നും ഈ വീട്ടിൽ കയറ്റി പാർപ്പിക്കാൻ പറ്റില്ല. പ്രീതിയുടെ വീടും എനിക്ക് എന്റെ സ്വന്തം വീട് തന്നെയാ. ഇവിടെയുള്ളവരെല്ലാം നിന്നെ പറ്റി ഒരു സാധു എന്നാ ധരിച്ചിരിക്കുന്നത്. പക്ഷേ നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന്. ഞാനൊരു പാവം അമ്മ.
നീ കരയാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ സത്യം പറയണം, നീ എനിക്ക് മുന്നിൽ. ഞാൻ വന്നപ്പോ ഒഴിഞ്ഞു മാറിയതാ. പറ എഴുന്നള്ളിപ്പിനും സദ്യ വിളമ്പുന്നിടത്തൊന്നും കണ്ടില്ല നിന്നെ. ഇങ്ങനെയാണോ ഒരു വീട്ടിലെ സഹായത്തിന് നിൽക്കുന്ന കുട്ടി ചെയ്യ? എന്റെ ഗതികേട് കൊണ്ട് അമ്മേ. വിഷ്ണുവിനോടെല്ലാം പറഞ്ഞതാ ഞാൻ. ആ കഥയിൽ എനിക്കത്ര വിശ്വാസം വന്നില്ല. ഇപ്പോ എനിക്ക് മുന്നിൽ പറയണ നീ അത്. ഒരു അനാഥാലയത്തിലാണ് ഞാൻ വളർന്നത്. അച്ഛനും അമ്മയും കണ്ട ഓർമ്മയില്ല. അവരുടെ സ്കൂളിൽ തന്നെ പഠിച്ചു. അന്നൊക്കെ എന്റെ വിചാരം എല്ലാ കുട്ടികളും എന്നെ പോലെയാണെന്ന്. പക്ഷെ പിന്നെയാ മനസ്സിലായത്, ആ മതിലിനുള്ളിൽ കഴിയുന്നവർക്കൊഴികെ മറ്റുള്ളവർക്കെല്ലാം അച്ഛനും അമ്മയുണ്ടെന്ന്. അതെനിക്കൊപ്പം ഒരു സങ്കടമായി വളർന്നു. പിന്നെ മനസ്സിലായത് അച്ഛനും അമ്മയും കടം കിട്ടുന്ന പരിപാടിയുണ്ടെന്ന്. ദത്തെടുക്കലാണത്രേ അതിന്റെ പേര്. ഞങ്ങളുടെ കൂട്ടത്തില് കൊള്ളാവുന്ന കുട്ടികളൊക്കെ അങ്ങനെ കൊഴിഞ്ഞു പോയി തുടങ്ങി. ഞാൻ മാത്രം അനാഥാലയ വരാന്തയിൽ എന്നും കാത്തിരിക്കും. ഏത് നിമിഷവും കടന്നു വരാവുന്ന അച്ഛനും അമ്മയും കാത്ത്. എന്റെ പ്രതീക്ഷ വെറുതെ ആയില്ല. ഒരു ദിവസം അവര് വന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനൊക്കെ പ്രായം ഉണ്ടായിരുന്നു അന്നേ അവർക്ക്. അച്ഛൻ 80, അമ്മയ്ക്ക് 75. അന്നെനിക്ക് 6 or 7 വയസ്സ് പ്രായമുള്ളൂ. എന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ആവാനുള്ള പ്രായം ഉണ്ടായിരുന്നു അവർക്ക്. അവർക്ക് മക്കളില്ലാഞ്ഞിട്ടല്ല, വളർത്തിയ മക്കളൊക്കെ കര പറ്റിയപ്പോ വിദേശത്ത് താമസമായി. പിന്നെ അവര് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരുടെ സങ്കടവും ഒറ്റപ്പെടലും മാറ്റാനായി ദത്തെടുത്തത് അവരെന്നെ. എന്നെ കല്യാണം കഴിപ്പിച്ച് നല്ലൊരു വീട്ടിലേക്ക് അയക്കണമെന്ന് മോഹം ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷെ ഒന്നും നടന്നില്ല. എന്തു പറ്റി? അതിനു മുന്നേ 2 ആളും മരിച്ചു. പ്രായാധിക്യം കൊണ്ട് അച്ഛൻ. അമ്മ കുറച്ചുനാൾ കിടന്നതിന് ശേഷം മരിച്ചത്. ഓർമ്മ കൂടി ഉണ്ടായിരുന്നില്ല. അച്ഛൻ മരിച്ചപ്പോ മക്കൾ ആരും തിരിഞ്ഞു നോക്കിയില്ല. അമ്മ മരിച്ചപ്പോ എല്ലാവരും വന്നു സ്വത്ത് പങ്കുവെക്കാൻ. സ്വത്തൊന്നും എനിക്ക് വേണ്ടിയിരുന്നില്ല. വീതം വാങ്ങി മക്കൾ ഓരോരുത്തരും പിരിഞ്ഞു. ഇളയാള് മാത്രം മടങ്ങിപ്പോയില്ല. ആൾക്ക് സ്വത്തിലായിരുന്നില്ല കണ്ണ്, എന്റെ ശരീരത്തിലായിരുന്നു. പോവാനൊരിടമില്ല. പിടിച്ചു നിൽക്കാൻ ഞാൻ എന്റെ പരമാവധി നോക്കി. ഇനി അവിടെ നിന്നാൽ എനിക്ക് എന്റെ മാനം നഷ്ടപ്പെടുമെന്ന് പേടിച്ച് ഇറങ്ങി ഓടുന്നതിനിടയില വിഷ്ണു ചേട്ടന്റെ ജീപ്പിന് മുന്നിൽ മനസ്സിലായി മോളെ. അതിന് നീ എന്തിനാ ലോകത്തുള്ള എല്ലാരെയും ഭയക്കുന്നത്? എല്ലാരും അയാളെ പോലെയാണെന്ന് കരുതിയോ? എനിക്ക് പേടിയാ അമ്മ. ഈ ലോകം എന്താന്ന് പോലും എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുള്ളത് ഒരു അനാഥാലയത്തിന്റെയും വലിയൊരു തറവാടിന്റെയും അകത്തളം മാത്രം. അയാളാണെങ്കിൽ വലിയ പിടിപാടുകളും ബന്ധുക്കളും ഒക്കെയുള്ള ആളാ. എവിടെ പോയി ഒളിച്ചാലും അയാൾ കണ്ടുപിടിക്കുന്ന അയാളുടെ ഭീഷണി. ആരൊക്കെ അയാളുടെ ആൾക്കാര്, ആരൊക്കെ അല്ലാത്തത്, അതുപോലും എനിക്കറിയില്ല. എന്നെ മനസ്സിലായോ മോക്ക്? നിന്നെ രക്ഷിച്ച വിഷ്ണുവേട്ടനില്ലേ, ആ വിഷ്ണുവിന്റെ ഭാര്യ ശാലിനിയുടെ അമ്മയാ ഞാൻ. എല്ലാവരും ശാരദാമ്മന്ന് വിളിക്കും. ഞാനെന്താ വിളിക്കുക?
കുറച്ചു മുമ്പ് നീ എന്നെ അറിയാതെ വിളിച്ചില്ലേ അമ്മയെന്ന്? അങ്ങനെ തന്നെ വിളിച്ചാ മതി. ഇതുപോലത്തെ 3 തങ്കക്കുടങ്ങള് എനിക്കും ഉള്ളതാ. മോള് പേടിക്കണ്ട. നിന്നെ ഉപദ്രവിക്കാൻ ഈ മതിൽക്കെട്ട് കടന്ന് ആരും വരില്ല. വിഷ്ണുവും അർജുനും എല്ലാരും കാവലില്ലേ? ആരൊക്കെ അമ്മയുടെ കൂടെ വന്നത്? ഒരാൾ എന്റെ മോള് ശാലിനി, രണ്ടാമത്തെ ആള് അവളുടെ കൂട്ടുകാരിയ സ്വാതി. ഞാനും ശാലിനിയും വണ്ടി കേടായി വഴി നിന്നപ്പോ ആ കുട്ടിയാ ലിഫ്റ്റ് തന്നത്. ആ കുട്ടി ആരും അന്വേഷിച്ച് നടക്കാന്ന് തോന്നുന്നു. മോള് വാ, നമുക്ക് താഴേക്ക് പോവാം. എന്താ അവിടെ തന്നെ നിക്കണേ? വാ. നിങ്ങൾക്ക് ഇങ്ങനെ കളിയാക്കി വെച്ചിരിക്കാം, പക്ഷേ എല്ലാ വീട്ടിലും എല്ലാ അമ്മമാരുടെയും കഥ ഇങ്ങനെയൊക്കെ തന്നെയാ. ഒരു കുഞ്ഞു കാര്യം മതി പിണങ്ങാനും ഇണങ്ങാനും ഒക്കെ. ഇതിപ്പോ അമ്മമാര് മാത്രമല്ല, ഇപ്പോഴത്തെ പെൺപിള്ളേരും അങ്ങനെയൊക്കെ തന്നെയാ. നീ കണ്ടില്ലേ ഒരു പിണക്കക്കാരി കറങ്ങി നടക്കുന്നത്? അത് ശരിയാണല്ലോ. ശാലിനി ഇങ്ങോട്ടൊന്നേ പറയട്ടെ. ശരി. അല്ല, എന്തായി നിങ്ങൾ തമ്മിലുള്ള പിണക്കത്തിന്റെ പുതിയ വഴിത്തിരിവുകളൊക്കെ? ഇതുവരെ മാറിയില്ലേ പിണക്കൊന്നും? അതെ, എനിക്ക് വേറെ ജോലിയുണ്ടേ, നിങ്ങൾക്ക് വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. അങ്ങനെ അങ്ങ് പോവല്ലേ, ചോദിച്ചതിന് ഉത്തരം പറയ്. ഏയ്, ഈ പിണക്കൊക്കെ നമ്മുടെ മുന്നിലേ ഉള്ളൂ അർജുനേട്ടാ. ഒരു ഗ്യാപ്പ് കിട്ടിയ രണ്ടാളും കൂടി ഒട്ടി ഒട്ടി നിൽക്കുന്നത് കാണുന്നതല്ലേ ഞാൻ. പിന്നെ ഒട്ടി നിൽക്കാൻ പറ്റിയൊരാള്. നീ ആളെ വിട്ടുപിടി പ്രീതി. ഹലോ 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 ഹലോ, അത്ര വലിയ ചാടിയൊന്നും വേണ്ട. ചടങ്ങിനിടയിൽ എന്റെ അടുത്ത് ഓടി ഓടി വന്നോണ്ടിരുന്നതേ ആരാണെന്നൊക്കെ ഇവിടെ എല്ലാരും കണ്ടിട്ടുണ്ട്. ഓടി ഓടിയല്ല, മെരിഞ്ഞു ഒരുമി ഒരുമാതിരി പൂച്ചക്കുറിഞ്ഞിയെ പോലെ. അല്ലെങ്കിലും ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാ വിഷ്ണു. ഉള്ളിലെ പ്രേമം പുറത്ത് കാണിക്കാൻ വലിയ മടിയാ. ഒരു മുഖംമൂടിയും വെച്ച് അങ്ങനെ ജാടയിൽ നടക്കും. പൂച്ച കണ്ണു അടച്ച് പാല് കുടിക്കുന്നത് ആരും അറിയില്ലെന്നാ വിചാരം. എന്തെങ്കിലും കാര്യം പറഞ്ഞ അത് പൊതുവായി എല്ലാ പെണ്ണുങ്ങളുടെയും തലയിൽ ചാരരുത് കേട്ടോ. ഇതിപ്പോ തമാശ പറഞ്ഞു തുടങ്ങി ആണുങ്ങളുടെ സൈഡ് ആക്കുകയാണല്ലോ ഇത്. ശാലിനി, ഇനിയെങ്കിലും നമ്മൾ പെണ്ണുങ്ങൾ ഒന്നിച്ചു നിൽക്കണം. കണ്ട കണ്ട, അവൾക്ക് പരിഭവം മണക്കൊക്കെ വീണ്ടും തുടങ്ങി. ഇതന്നെയല്ല അർജുൻ ഇപ്പൊ പറഞ്ഞത്. എത്ര നാളായല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്നിരുന്നിട്ട്. അങ്ങോട്ട് ഇരിക്കും ശാലിനി, നമുക്ക് കുറച്ചു സമയം എന്തെങ്കിലും മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാം. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പെണ്ണുങ്ങൾക്ക് വല്ലപ്പോഴും കുറച്ച് സമയം കിട്ടൂ. ഓ പിന്നെ ഞങ്ങൾ ആണുങ്ങൾക്ക് പിന്നെ അങ്ങ് ഒരുപാട് സമയം കിട്ടുമല്ലോ. നിങ്ങളുടെ സമയത്തിന് എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? കുഴപ്പമുണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്താണെന്നാ ചോദിച്ചേ. കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാ കുഴപ്പമുണ്ട്. അത് എന്നെ ചോദിച്ചാ എന്താണെന്ന്. അതൊക്കെ ഉണ്ട്. പ്രീതി, സത്യമ്മ. വിഷ്ണു, എന്നാ പോയാലോ? അർജുൻ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒന്ന് വരൂ. വിഷ്ണു, അതെ, ഇവളുടെ സീമന്തം ഇങ്ങ് അടുത്തു. അതിന് ഇവളെ എനിക്കങ്ങ് വീട്ടിലേക്ക് കിട്ടിയ കൊള്ളാന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചു ദിവസം കൂടി അവിടെ നിർത്തി പ്രസവവും അവിടെ നിർത്തി തന്നെ ആയാ കൊള്ളാന്നുണ്ട്. എന്താ അർജുന്റെ അഭിപ്രായം? അത് അമ്മയോടുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. സോറി, അവരോട് എനിക്ക് ഒന്നും സംസാരിക്കാനില്ല. ഈ കാര്യത്തിൽ അർജുൻ തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടത്.
ഞാൻ വില കൊടുക്കുന്നത് എന്റെ മകളുടെ ഭർത്താവിന്, മകളുടെ ഭർത്താവിന്റെ അമ്മയ്ക്കല്ല. അർജുന ആലോചിക്കേ. ഞാൻ ഇറങ്ങ, ഫോൺ ചെയ്ത് പറഞ്ഞാ മതി. സത്യഭാമ ഒരു നിമിഷം നിക്കണം. നമുക്കൊന്ന് സംസാരിക്കാനുണ്ട്. ആഹാ, അപ്പോ ഞാനിവിടെ ഉണ്ടെന്ന് കണ്ടിരുന്നു അല്ലേ വസുമതി? ഞാൻ വിചാരിച്ചത് നീ എന്നെ കണ്ടിട്ടേ ഇല്ലെന്നാ. ഓ, ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. അതിഥികൾ കുറെ വരുന്നതല്ലേ സത്യഭാമേ? എല്ലാവരെയും നമുക്ക് ചിലപ്പോ കാണാൻ പറ്റിയെന്ന് വരില്ല. ബെസ്റ്റ്. ഇത്രയും വലിപ്പത്തിലുള്ള എന്നെ നിനക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ നിന്റെ കണ്ണിനെന്തോ സാരമായ ചില കുഴപ്പങ്ങൾ ഉണ്ടെന്നേ ഞാൻ പറയൂ. തിമിരം പിടിച്ചു തുടങ്ങിയോന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതാ. ഓ ആയിക്കോട്ടെ. വലിപ്പോന്ന് നീ ഉദ്ദേശിച്ചത് ശരീരത്തിന്റെ കാര്യമാണെങ്കിൽ ഞാൻ കുറച്ച് സമ്മതിച്ചു തരും. പക്ഷേ പണത്തിന്റെയോ പദവിയുടെയോ കുടുംബ മഹിമയുടെയോ കാര്യമാണെങ്കിൽ അക്കാര്യം സംസാരിക്കാൻ നമുക്ക് കുറച്ച് വിശദമായിട്ട് ഇരിക്കേണ്ടി വരും. എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതില്. അയ്യോ, അതിനുള്ള സമയമില്ലല്ലോ വസുമതി. ഞാനിപ്പോ ഇറങ്ങാൻ തുടങ്ങായിരുന്നു. ഒരല്പം നിക്ക് സത്യഭാമേ. നിന്റെ മകളെ സംബന്ധിച്ചുള്ള കാര്യമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നിറവയറോടെ നിന്റെ മകളെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുള്ളത് അറിയാലോ. ഇനി അവളുടെ സീമന്തം, ആശുപത്രി ചെലവ്, പ്രസവം, സിസേറിയൻ ആണെങ്കിൽ അതിനുള്ള എക്സ്ട്രാ ചെലവ് വേറെ, പിന്നെ കുഞ്ഞ്, അതിനുള്ള ചെലവ്. അങ്ങനെ തലവേദനകൾ കുറേ ബാക്കി കിടക്കുക. അയ്യോ, ആ ഒരു തലവേദനയും വസുമതി കുഞ്ഞുമ ഏറ്റെടുക്കണമെന്നില്ല. അക്കാര്യം തന്നെ ഞാനിപ്പോ അർജുനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതെന്താ അർജുനോട് മാത്രം? എന്റെ മകനുമായിട്ട് നിനക്ക് രഹസ്യധാരണയുടെ ഒന്നും ആവശ്യമില്ല സത്യഭാമേ. കല്യാണം നടന്നത് അർജുനും പ്രീതിയും മുൻകൈ എടുത്തിട്ടാണെങ്കിലും ഇത് നമ്മൾ കുടുംബങ്ങൾ തമ്മിൽ ഉറപ്പിച്ച ബന്ധമാണ്. അത് മറക്കരുത് നീ. എന്ന് പറഞ്ഞ എനിക്കിത് മനസ്സിലായില്ല. ഇക്കാര്യത്തിലൊരു കച്ചവടം സംസാരിക്കാനാണോ വസുമതി ഉദ്ദേശിച്ചത്? നിനക്കങ്ങനെ തോന്നുന്നെങ്കിൽ അങ്ങനെ. കച്ചവടമാണെങ്കിലും അല്ലെങ്കിലും കൈനഷ്ടമൊന്നും വരാതെ ഞാൻ തന്നെ നോക്കണമല്ലോ, വേണ്ടേ? കൈനഷ്ടോ? ഇതിന് നിനക്കെന്ത് കൈനഷ്ടം വരാനാ? മനസ്സിലായില്ല. മനസ്സിലാക്കാൻ ഇതിലത്ര വലിയ കാര്യമൊന്നും ഇല്ല സത്യഭാമേ. ഞാൻ ഈ പറഞ്ഞതെല്ലാം കൂടി ഏകദേശം ഒരു 10 ലക്ഷം രൂപ ചെലവ് വരും, അത്രേ ഉള്ളൂ. 10 ലക്ഷോ? അതിന് ആ പണം നീ തരണം, നിന്റെ മകളുടെ പ്രസവ ചെലവുകൾക്ക്. പത്ത് ലക്ഷം? 10 ലക്ഷമല്ല, 10 നായ പൈസ ഞാൻ തരില്ല. നീ നോക്കണ്ടടി അവൾക്കുള്ള പ്രസവ ചെലവ്. ഉറപ്പാണോ? ഉറപ്പ്. സത്യഭാമയുടെ കയ്യിൽ 10 ലക്ഷം ഇല്ലാത്തത് കൊണ്ടല്ല, എന്റെ മകൾക്ക് വേണ്ടി 10 കോടി മുടക്കാനും ഞാൻ തയ്യാറാ. പക്ഷേ കെട്ടിച്ചു വിട്ട മകളുടെ പ്രസവ ചെലവിന് ആൺവീട്ടുകാർക്ക് പണം കൊടുക്കുക എന്നുള്ളത് കേട്ടുകേൾവിയുള്ള കാര്യമോ നാട്ടു നടപ്പുള്ള കാര്യമോ അല്ല. അതുകൊണ്ടാടി തരില്ലെന്ന് ഞാൻ പറഞ്ഞത്. അമ്മ എന്തൊക്കെയാ പറയുന്നത്? നമ്മൾ പ്രീതിയുടെ വീട്ടിൽ നിന്ന് പ്രസവ ചെലവ് ചോദിക്കുകയോ? ചേട്ടൻ ഇതിൽ ഇടപെടണ്ട. മുതിർന്നവര് തമ്മിലുള്ള കാര്യം അവര് സംസാരിച്ച് തീർക്കട്ടെ. എന്റെ അമ്മ ഇത് നാണക്കേടാ. നീ ഇതിൽ ഇടപെടണ്ട. അവളോട് ഷട്ടപ്പ് പറയാൻ നിനക്ക് അവകാശമില്ല. സ്വന്തം അനിയത്തിയുടെ കല്യാണത്തെ കുറിച്ച് നിനക്ക് ചിന്തയില്ലെങ്കിലും എനിക്കതൊരു വലിയ തലവേദനയാ. ലക്ഷങ്ങൾ മുടക്കിയാലേ നല്ലൊരു പയ്യനെ കിട്ടൂ. ദേ, ഇവൾ ആദ്യം ഗർഭിണിയായപ്പോഴേ ഞാൻ നിനക്ക് ഈ കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയതാ. ഇനി ഒരു കോംപ്രമൈസിനും ഞാനില്ലെന്നർത്ഥം.
ചിത്രയുടെ കല്യാണത്തിന് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നതെടുത്ത് ഇവളുടെ പ്രസവ ചെലവും കുഞ്ഞിനെ പോറ്റലും ഒക്കെ നടത്താൻ വസുമതിക്ക് മനസ്സില്ലാന്നർത്ഥം. ഭലേ ഭേഷ്, സൂപ്പർ ആയിട്ടുണ്ട്. നിന്റെ ഭാര്യയുടെ പ്രസവ ചെലവിന്റെ കാര്യം നീ കേട്ടത്. കാഴ്ച നിന്റെ മൂക്കിന് താഴെ കുറച്ച് രോമരിപ്പുണ്ട്. പക്ഷേ അതൊരു മീശയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതങ്ങ് തുടച്ച് കളഞ്ഞേക്കട. ഇനിയിപ്പോ അതിന് നിന്റെ അമ്മ അനുവാദം തരണമെന്നുണ്ടെങ്കിൽ നീ ഈ പെണ്ണിനെ എന്റെ വീട്ടിൽ നട കൊണ്ടേൽപ്പിച്ച് രസീതും തന്നിട്ട് പോ. നിന്റെ അക്കൗണ്ടിൽ അടുത്ത മണിക്കൂറിലുണ്ടാവും 10 ലക്ഷത്തിന് പകരം 10 കോടി. വിഷ്ണു, അമ്മ എന്തായി കാണിച്ചത്? എടാ, അവര് പറഞ്ഞത് തന്നെയാടാ ശരി. നിന്റെ മൂക്കിന് താഴെ ഇരിക്കുന്നത് മീശയല്ല. ഒരു പ്രശ്നം വന്നപ്പോ വിഷ്ണു അവന്റെ അമ്മയുടെ കൂടെ നിന്നു. നീയോ? നീ എന്റെ വയറ്റിൽ കുരുത്തു പോയല്ലോടാ. കഷ്ടം തന്നെ. ആ സത്യഭാമയുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? 10 ലക്ഷമല്ല 10 കോടി കൊടുക്കും അത്രേ മകൾക്ക്. പക്ഷെ അമ്മ ചോദിച്ചാൽ തരില്ല. അതിന്റെ ന്യായം എന്താന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ നമ്മൾ ആ പ്രീതിക്ക് ചെലവും കൊടുക്കുന്നതെന്ന് പോലും ഓർത്തില്ലല്ലോ ആ സ്ത്രീ. അവളെ ഇവിടെ നിർത്തി സത്യഭാമയോടുള്ള കണക്ക് തീർക്കാന്ന് നമ്മൾ കരുതിയത് തെറ്റായിരുന്നമ്മേ. നമ്മൾ വിചാരിച്ച ഒരു ചുക്കും ചെയ്യാനാവില്ല. അതാണ് സത്യം. ഞാൻ കാണിച്ചു തരാടി എന്താ ചെയ്യാൻ ഒക്കുന്നേന്ന്. സത്യഭാമയുടെ മകളെ അവളുടെ പായും തലേണയും അടക്കം ചുരുട്ടി കൂട്ടിയെടുത്ത് വെളിയിലിടും. ആരെ ചോദിക്കാൻ വരുന്നെന്ന് എനിക്കൊന്ന് കാണണം. അതിന് എന്റെ സഹായം എന്തെങ്കിലും വേണ്ടി വരുമെന്തോ? നീ എന്താ ഒരു പരിഹാസത്തിന്റെ സ്വരത്തിൽ? അതോ ഭീഷണിയാണോ? അയ്യോ, നമ്മൾ ആരാമേ ഭീഷണിപ്പെടുത്താനും പരിഹസിക്കാനും ഒക്കെ? അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം അമ്മയ്ക്ക് മാത്രം പതിച്ചു കിട്ടിയതല്ലേ? സത്യാമ്മയ്ക്ക് മുന്നിൽ നാണം കെട്ട കണക്ക് നിരത്തുന്നതിന് മുമ്പ് അമ്മയ്ക്ക് എന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നു. ചോദിച്ചില്ല. മോശമായി പോയമ്മേ. എന്ത് മോശം? നിന്നോട് ചോദിക്കാൻ നീ എന്താ പത്തായത്തിൽ അട്ടിയിട്ട് വെച്ചിരിക്കുകയാണോ സ്വർണ്ണ കട്ടി? ഇല്ല, സമ്മതിച്ചു. പത്തായത്തിൽ സ്വർണ്ണക്കട്ടി അട്ടിയിട്ട് വെച്ചിട്ടാണോ എന്റെ അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചത്? ഈ 2 മക്കളെയും ജനിപ്പിച്ചത്? അല്ലല്ലോ. ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ആ പാവം ഞങ്ങൾ 2 മക്കളുടെയും പ്രസവ സമയത്ത് നെട്ടോട്ടമോടിയ കഥ പറഞ്ഞ അമ്മ ഇത്രയും നാളും ഞങ്ങളെ വളർത്തിയത്. അന്നൊന്നും ആ മനുഷ്യൻ ആരുടെ മുന്നിലും കൈനീട്ടിയ അറിവ് എനിക്കില്ല.
അമ്മേ, പറയുന്നതില് അവിവേകമൊന്നും കാണരുത്. അമ്മയോടോ സത്യഭാമയോടോ ദാ ഈ പൊന്നു പെങ്ങളോടോ ചോദിച്ചിട്ടല്ല ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഗർഭം ഉണ്ടാക്കിയത്. അവളുടെ പ്രസവ ചെലവിനും കുഞ്ഞിന്റെ ഭാവി ജീവിതത്തിനുള്ള പണം കണ്ടെത്തേണ്ടത് ഞാനാ. എനിക്കറിയാം അത് ചെയ്യാൻ. എടാ, അത് തന്നെയാണ് പൊട്ട ഞാനും പറഞ്ഞത്. പക്ഷെ അതിനിടയ്ക്ക് നീ ഇവളുടെ കാര്യം മതി. ഇവളുടെ കാര്യം എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ടല്ലോ. അത് എപ്പോഴാ ഞാൻ മറന്നെന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റുമോ? ചന്തമുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ സ്വന്തം കാര്യം നോക്കി പോവുമായിരുന്നില്ല അർജുൻ ശങ്കർ. ആണെങ്കിൽ ഈ അമ്മയും മോളും ഇവിടെ തനിച്ച് താമസിച്ചേനെ. ഇവളുടെ പേരിൽ നല്ലൊരു തുക ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് തന്നെയാ ഞാൻ എന്റെ പ്രീതിയെ കല്യാണം കഴിച്ചത്. അത് അമ്മയുടെ ഈ കാൽച്ചുവടിലേക്ക് എടുത്തു വെക്കാത്തേ. അങ്ങനെ സംഭവിച്ച അമ്മ അതിന്റെ അടുത്ത ആഴ്ച തൊട്ടടുത്തുള്ള അമ്പലത്തിലെ കൊടിമരത്തിലെ സ്വർണം പൂശിയിട്ട് കുടുംബവക വഴിപാടാണെന്ന് എഴുതി വെക്കുമെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാ. ഏതായാലും നിന്നിടം കുഴിഞ്ഞു പോയതുപോലെയാ അമ്മ എന്നെ എന്റെ ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചത്. അർജുൻ ശങ്കറിന്റെ മൂക്കിന് താഴെയുള്ള രോമം മീശ തന്നെയാണെന്ന് അർജുൻ ശങ്കറിന് അറിയാമേ. എന്റെ അച്ഛനെ പോലെ തന്നെ ആണുങ്ങൾക്ക് കിളിർത്ത മീശ തന്നെയാ ഇതും. അത് വെച്ചോണ്ട് പലപ്പോഴും ഞാൻ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ അമ്മയെ അപമാനിക്കേണ്ടെന്ന് കരുതി മാത്രം. ഇനിയെങ്കിലും എന്റെ പുന്നാരമ്മ അതൊന്ന് തിരിച്ചറിഞ്ഞാൽ നന്നായിരുന്നു. ഏതായാലും ഒന്നേ എനിക്ക് പറയാനുള്ളൂ. എടി ചിത്രേ, അമ്മയായാലും ശരി, ഭ്രാന്ത് വന്നാൽ നമ്മൾ ചികിത്സിക്കണം. ഇപ്പൊ എനിക്കതിന് വയ്യ. തൽക്കാലം നീ ഒരു നെല്ലിക്കത്തളം വെച്ചു കൊടുക്ക അമ്മയുടെ തലയിൽ. ചങ്ങലേക്ക് ഇടേണ്ടി വരില്ല. അമ്മയ്ക്കെന്റെ നല്ല നമസ്കാരം. കൊള്ളാം, അസലായിട്ടുണ്ട്. ചൂട് കാലമല്ലേ, കട്ടൻ ചായക്ക് പകരം ജ്യൂസ് കൊടുക്കുന്നത് തന്നെയാ നല്ലത്. അതെ, മോൾ ഇത് കൊണ്ടുപോയി വസുമതിക്ക് കൊടുത്തിട്ട് വാ. കുടിക്കുമ്പോ സന്തോഷാവും. അല്ല, അപ്പൊ അമ്മ വരുന്നില്ലേ? അയ്യോ, എനിക്കിവിടെ കുറച്ചുകൂടി ജോലിയുണ്ട് മോളെ. മോള് ചെല്ലേ. വാ അമ്മേ, അമ്മയുടെ മോളും മരുമനും കൂടെ ഉള്ളതല്ലേ, എല്ലാവർക്കും സന്തോഷായിട്ടിരുന്ന് കുടിക്കാം. അതൊക്കെ പിന്നെ, നീ ആദ്യം വസുമതിക്ക് കൊടുത്തിട്ട് വാ, പിന്നീട് ഞാനും കൂടെ വരാം. ശരി ശരി. ജ്യൂസ് വേണ്ട, കൊണ്ടുവയ്ക്കോ.
നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ഇവിടെ ജ്യൂസും ഒക്കെ കൊണ്ടുവരാൻ? എന്ത് ജ്യൂസാടി ഇത്? ഇത് നെല്ലിക്ക ജ്യൂസാ കുഞ്ഞ്. ബുദ്ധി വളർച്ചയ്ക്ക് നല്ലതെന്നാ പറയുന്നത്. പൊന്നോ, നീ എന്റെ ബുദ്ധി വളർത്തും അല്ലേടി? നിന്നെ വസുമതി, അമ്മു ചെയ്ത തെറ്റെന്താന്ന് പറഞ്ഞിട്ട് മതി ഇനി ശിക്ഷിക്കുന്നത്. ഇവള് ചെയ്ത തെറ്റോ? ഇവള് തന്നെയാ തെറ്റ്. ഇവളിവിടെ നിർത്തിയിരിക്കുന്നത് വീട്ടു ജോലി ചെയ്യാനും പ്രീതിയെ നോക്കാനുമാ, അല്ലാതെ പാത്തും പതുങ്ങി ന്യൂസ് ചോർത്താനല്ല. ഒപ്പം ആരുടെയും പക്ഷം പിടിക്കാൻ വേണ്ട. പണിയെടുത്തിട്ട് സ്വന്തം പാട് നോക്കി പൊയ്ക്കോണം ജോലിക്കാരികള്. അമ്മ എവിടെ പാത്തും പതുങ്ങി നിന്നെന്നാ? ഇവള് ആരുടെ പക്ഷം പിടിച്ചെന്ന് ആന്റി പറയുന്നേ? എന്റെ മകൻ എന്നോട് സംസാരിച്ചത് ഇവൾ അവിടെ മറിഞ്ഞു നിന്ന് കേട്ടെന്ന് എനിക്ക് ഉറപ്പാ. അതോ എനിക്ക് ഇവള് നെല്ലിക്ക ജ്യൂസും കൊണ്ട് വന്നത്? ഒരിക്കലുമല്ല. വസുമതി ഈ പറഞ്ഞ സമയം മുഴുവൻ ഈ കുട്ടി എന്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ കഴിച്ചതിന്റെയും കുടിച്ചതിന്റെയും എച്ചിലെടുത്തും ഗ്ലാസ് കഴിയും അടുക്കളയില്. അതിനിടയില് ഇവളാരുടെയും പക്ഷം പിടിച്ചെന്നും പരിഹസിച്ചെന്നും എനിക്ക് തോന്നുന്നില്ല. ഓഹോ, അപ്പൊ ഞാനായോ കുറ്റക്കാരി? ശാരദമ്മേ, ഇവളെ ഒന്ന് അടിച്ചൂന്ന് വെച്ച് എനിക്ക് നിങ്ങളോട് കാരണം ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളോടൊന്നല്ല, ആരോടും. അതിന്റെ ന്യായം എനിക്ക് മനസ്സിലാവുന്നില്ല വസുമതി. വീട്ടുജോലിക്ക് നിൽക്കുന്നെന്ന് കരുതി നിങ്ങളുടെ അടിയും ചവിട്ടും കുത്തും വാങ്ങേണ്ട മിണ്ടാപ്രാണിയൊന്നും അല്ല ഇവള്. എന്നെയും നിങ്ങളെയും പോലെ അടികൊണ്ട വേദനിക്കുകയും മുറിപ്പെടുത്തിയ ചോര ഒഴുകുകയും ചെയ്യുന്ന ശരീരം ഇവക്കും ഉണ്ട്. എന്റെയും നിങ്ങളുടെയും ശരീരത്തിന് ചുവന്ന ചോരയും ഇവളുടെ ശരീരത്തിന് പച്ച നിറത്തിലെ ചോരയും അല്ല വരുന്നതെന്ന് ഒന്ന് ഓർത്താ നന്നായിരിക്കും. സ്പിരിറ്റ് എന്താന്ന് എനിക്ക് മനസ്സിലായി. പാത്രം കഴുകാൻ നിൽക്കുന്നവർക്ക് നൊന്താ ശാരദാമ്മയ്ക്കും വേദനിക്കുന്നത് സ്വാഭാവികം. രണ്ടാളും ചെയ്യുന്നത് ഒരേ തൊഴിലാണല്ലോ. പക്ഷേ ഈ വീട് ഭരിക്കുന്നത് വസുമതിയാ. ഭരിക്കുന്നവരെ തീരുമാനിക്കും കാര്യങ്ങള്, അല്ലാതെ ജോലിക്ക് നിൽക്കുന്നവളല്ല. അയ്യോ, പാചകക്കാരുടെ യൂണിയനൊന്നും അല്ല വസുമതി. ഞാന് ഇവൾക്കൊരു മനുഷ്യ സ്ത്രീയാണെന്നുള്ള പരിഗണന കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ശരി, അത്ര വലിയ പരിഗണനയാണെങ്കിൽ നിങ്ങൾ തന്നെ ഇവളെ കൂട്ടിക്കൊണ്ട് പോയി പോറ്റിക്കോ ശാരദാമേ. ഇവിടെ വേണ്ട ഈ നശൂലത്തിന്. തീർന്നില്ലേ കാര്യങ്ങള്? നീ വാടി.